ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ സെഷൻ. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിക്കേർഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ എന്താണ് റിക്കേർഷൻ എന്ന് നോക്കാം. ഡെഫിനിഷൻ ഇതാണ്: റിക്കേർഷൻ ഈസ് എ പ്രോഗ്രാമിംഗ് ടെക്നിക് വെയർ എ ഫംഗ്ഷൻ കോൾസ് ഇറ്റ് സെൽഫ് ടു സോൾവ് സ്മോളർ ഇൻസ്റ്റൻസസ് ഓഫ് ദ സെയിം പ്രോബ്ലം. ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റിക്കേർഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനെ അത് തന്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്യുകയാണ്. നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതൊരു പ്രോപ്പർ എക്സാമ്പിൾ അല്ല, റിക്കേർഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അവിടെ ഹലോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നത് അവിടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻറ്റ് ഹലോ, ഹലോ പ്രിൻറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഹലോ ഫംഗ്ഷൻ തന്നെ കൊടുത്തിരിക്കുകയാണ്, അതായത് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. ഒരു ഫംഗ്ഷൻ അകത്ത് നിന്നുകൊണ്ട് സെയിം ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഹലോ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ആക്ച്വലി അതൊരു ഇൻഫിനിറ്റ് ലൂപ്പാണ്. വീണ്ടും വീണ്ടും ഹലോ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. റിക്കേർഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ഇതൊരു ഇൻഫിനിറ്റ് ടൈംസ് ഇത് വർക്ക് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എറർ വരും. ഹലോ മൾട്ടിപ്പിൾ ടൈംസ് പ്രിൻറ്റ് ചെയ്യും, ബട്ട് ദർ ഈസ് റിക്കേർഷൻ എറർ. മാക്സിമം റിക്കേർഷൻ ഡെപ്ത് എക്സീഡഡ്. പർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട് വീണ്ടും വീണ്ടും കോൾ ചെയ്യാനായിട്ട്. അവിടെ നമ്മൾ സ്റ്റാക്ക് പറയേണ്ടി വരും. സ്റ്റാക്ക് എന്താണെന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. കീ കമ്പോണൻസ് ഓഫ് റിക്കേർഷൻ, അവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്: ബേസ് കേസ് ആൻഡ് റിക്കേഴ്സീവ് കേസ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ റിക്കേർഷൻ കൊടുക്കാം, വീണ്ടും വീണ്ടും ഒരു ഫംഗ്ഷൻ അകത്ത് നിന്നുകൊണ്ട് തന്നെ കോൾ ചെയ്യാം. ബട്ട് ഇങ്ങനെയുള്ള ഇൻഫിനിറ്റ് കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യാൻ there ഷുഡ് ബി ബേസ് കേസ്. റിക്കേർഷൻ മാക്സിമം ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് ബ്രേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ബേസ് കേസ് കൊടുക്കുന്നത്. വീണ്ടും വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന കേസ് വരാം, അതാണ് റിക്കേഴ്സീവ് കേസ്. ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പം കുറച്ചുകൂടി ക്ലിയർ ആവും. നേരത്തെ കൊടുത്ത പ്രോഗ്രാം തന്നെ ഒന്ന് എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഹലോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ ഒരു പാരാമീറ്റർ ഉണ്ട്, കൗണ്ട്. ആ കൗണ്ടിൻ്റെ വാല്യൂ അനുസരിച്ചാണ് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. ഹലോ ഫംഗ്ഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ബേസ് കേസ് ആണ്. കണ്ടീഷൻ ഇതാണ്: ഇഫ് കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ജസ്റ്റ് റിട്ടേൺ ഫ്രം ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുകയാണ്, അതായത് എക്സിറ്റ് ആവുകയാണ്. ഇപ്പോൾ കൗണ്ടിനനുസരിച്ച് അത് വർക്ക് ചെയ്യും. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ ഹലോ പ്രിൻറ്റ് ചെയ്യും, പ്രിൻറ്റ് ഹലോ. ദെൻ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഹലോ കൗണ്ട് -1. അതെന്താണ്? ആ ഒരു ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യുകയാണ്, ബട്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കൗണ്ട് -1. അപ്പോൾ ഓരോ തവണയും കൗണ്ടിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. എഗെയിൻ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ്. സോ ദിസ് ഈസ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. വീണ്ടും വീണ്ടും ഹലോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത്? ഹലോ ഫംഗ്ഷൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്തിരിക്കുകയാണ്. പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്യുന്നു, ദെൻ എഗെയിൻ കോളിംഗ് ദ സെയിം ഫംഗ്ഷൻ. ദിസ് ഈസ് റിക്കേർഷൻ. അവിടെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ബേസ് കേസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഹലോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഹലോ, ദെൻ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണം. ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഹലോ 5. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? അപ്പോൾ ഈ കോൾ ചെയ്യുന്നത് ഒരു സ്റ്റാക്കിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്താണ് സ്റ്റാക്ക്? ഒരു ബേസ് ലെവലിൽ പറഞ്ഞു പോകാം. ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ ബോക്സ് ദാറ്റ് സ്റ്റോഴ്സ് ഈച്ച് ഫംഗ്ഷൻ കോൾ. ഓരോ തവണയും ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആക്ഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ബോക്സ് ആയിട്ട് സ്റ്റാക്കിനെ കൺസിഡർ ചെയ്യാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ടേബിൾ വരച്ചു. ഞാൻ കോൾ ഹെഡിങ്സ് ഇങ്ങനെയൊക്കെ കൊടുത്തു: സ്റ്റെപ്പ്, ദെൻ സ്റ്റാക്ക്, ദെൻ ആക്ഷൻ ടേക്കൺ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ തവണ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഹലോ 5. ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ ഹലോ 5. അപ്പോൾ അവിടെ നടക്കുന്ന ആക്ഷൻ എന്താണ്? ഹലോ പ്രിൻറ്റ് ചെയ്യും. ബേസ് കേസ് വർക്ക് ചെയ്യില്ല, ബിക്കോസ് n ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ പ്രിൻറ്റ് ഹലോ ആൻഡ് ഇറ്റ് വിൽ കോൾ ദ സെയിം ഫംഗ്ഷൻ കോൾസ് ഹലോ n-1. എന്നിൻ്റെ വാല്യൂ എന്തായിരുന്നു? 5. സോ ഇറ്റ് വിൽ കോൾസ് ഹലോ 4. കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി.
അപ്പോൾ വീണ്ടും ഹലോ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഹലോ 4. അവിടെ വരുന്ന ആക്ഷൻ എന്താണ്? എഗെയിൻ ബേസ് കേസ് വർക്ക് ചെയ്യില്ല. പ്രിൻറ്റ് ഹലോ. സോ അതുകൊണ്ട് തന്നെ പ്രിൻറ്റ് ഹലോ ആൻഡ് കോൾസ് hello n-1. Now n is 4. So hello 3 will be called. Again hello function call ചെയ്യും. hello 3 print hello and calls hello 2. Next step 4. സ്റ്റാക്കിൽ വരുന്ന hello 2 ആണ്. print hello and calls hello 1. Step 5. hello 1. അവിടെയും ആക്ഷൻ ടേക്കൺ. print hello and calls hello 0. ഹലോ 0 വരുമ്പോൾ എന്ത് പറ്റും? എന്നിൻ്റെ വാല്യൂ 0 ആണ്. സോ ബേസ് കേസ് വർക്ക് ചെയ്യും. അവിടെ റിട്ടേൺ ചെയ്യുകയാണ്, അതായത് റിട്ടേൺ ഫ്രം ദ ഫംഗ്ഷൻ. സോ ആ ഒരു ഫംഗ്ഷൻ എക്സിറ്റ് ആവും ആൻഡ് ഇറ്റ് വിൽ റിട്ടേൺ ടു ദ മെയിൻ പാർട്ട്. പിന്നീട് ചെയ്യാനായിട്ടൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ നടന്ന ആക്ഷൻ എന്താണ്? 5 ടൈംസ് ഹലോ പ്രിൻ്റ് ചെയ്യും. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? ഹലോ 5 ടൈംസ് പ്രിൻ്റ് ചെയ്തു. സോ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ ദ സെയിം ഫംഗ്ഷൻ. പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഹലോ ഫംഗ്ഷൻ വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നത്. ദിസ് ഈസ് റിക്കേഴ്സീവ് മെത്തേഡ്. ദെൻ റിക്കേർഷൻ ആൻഡ് സ്റ്റാക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സ്റ്റാക്ക് കുറച്ചുകൂടി മനസ്സിലാക്കണം. അത് എക്സാമിന് ചോദിക്കാം. അതിൻ്റെ ഫ്ലോ എക്സാമിന് ചോദിക്കാം. അപ്പോൾ നോക്കുക, a stack in recursion is like a box that stores each function call. നമ്മൾ നേരത്തെ കണ്ട പോലെ ഓരോ ഫംഗ്ഷൻ കോളിൻ്റെയും ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാക്കിലാണ്. when a function calls itself, the current state is pushed onto the stack. ഓരോ കോളിനും ഫംഗ്ഷൻ ഡീറ്റെയിൽസ് ഇൻസെർട്ട് ചെയ്യും, സ്റ്റാക്കിലോട്ട് ഇൻസെർട്ട് ചെയ്യും. സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ബോക്സ് പോലെ ഒരു മെമ്മറി പാർട്ടാണ്. ഓരോ ഫംഗ്ഷൻ കോളിൻ്റെയും ഡീറ്റെയിൽ സേവ് ചെയ്യും. സേവ് ചെയ്യുന്നതാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ശ്രദ്ധിക്കാനുള്ളത്, when a base case is raised, calls are popped from the stack one by one as the recursion unwinds. അതെന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആ ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ നെയിം ഈസ് ഫൺ. ഒരു പാരാമീറ്റർ ഉണ്ട് n. അവിടെ വരുന്ന ബേസ് കണ്ടീഷൻ നോക്കുക. ഇഫ് n ഈക്വൽ ടു 0. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 0 വരുമ്പോൾ എന്താ റിട്ടേൺ ചെയ്യുന്നത്? 1 എന്ന് റിട്ടേൺ ചെയ്യണം. സോ ദാറ്റ്സ് എ ബേസ് കണ്ടീഷൻ. എൽസ് റിട്ടേൺ 1 പ്ലസ് ഫംഗ്ഷൻ n-1. അത് റിക്കേഴ്സീവ് മെത്തേഡാണ്. അതായത് ഫംഗ്ഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ കോൾ ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ n-1 പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് റിക്കേർഷൻ. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഓരോ തവണയും റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? 1 പ്ലസ് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ. ദ മെയിൻ പോർഷനിൽ നിന്ന് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന നോക്കാം. fun3 അത് തന്നെ പ്രിൻറ്റും ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. കോളിംഗ് ദ സ്റ്റാക്ക്. ഫസ്റ്റ് കോൾ എന്നിൻ്റെ വാല്യൂ 3. fun3 n is equal to 3 ആണ്. ബേസ് കേസ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഡ്യൂറിങ് ദ ഫസ്റ്റ് കോൾ ഇറ്റ് വിൽ റിട്ടേൺസ് 1 പ്ലസ് ഫൺ n-1, അതായത് 1 പ്ലസ് fun2. ഇപ്പോൾ പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പാരാമീറ്റർ n is 2. സോ സെക്കൻഡ് കോൾ fun2 വിൽ ബി എക്സിക്യൂട്ടഡ്. അഗെയിൻ ബേസ് കേസ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇറ്റ് വിൽ റിട്ടേൺസ് 1 പ്ലസ് fun1. തേർഡ് കോൾ fun1. അവിടെയും ബേസ് കേസ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇറ്റ് വിൽ റിട്ടേൺസ് 1 പ്ലസ് fun0. ദെൻ ഫോർത്ത് കോൾ fun0. അവിടെ ബേസ് കേസ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിൻ്റെ വാല്യൂ 0 ആണ്. സോ ഇറ്റ് വിൽ റിട്ടേൺസ് 1. സോ അവിടെ വെച്ച് പുഷ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യും. സ്റ്റാക്കിൻ്റെ പൊസിഷൻ നോക്കുക. ടോപ്പിൽ നിൽക്കുകയാണ്. fun0 വിൽ റിട്ടേൺസ് 1. ദെൻ റിട്ടേൺ ഓപ്പറേഷൻ ട്രേസ് ചെയ്യാം. റിട്ടേണിംഗ് ഫ്രം ദ റിക്കേഴ്സീവ് കോൾസ്, അതാണ് സെക്കൻഡ് പാർട്ട്. ഫംഗ്ഷൻ 0 വിൽ റിട്ടേൺ 1 അല്ലേ? നമ്മളത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഫംഗ്ഷൻ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇറ്റ് വിൽ ബി റിട്ടേൺ ടു ഫംഗ്ഷൻ 1.
അപ്പോൾ 1 പ്ലസ് ഫൺ 0. ഫംഗ്ഷൻ 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 1 പ്ലസ് 1 ഈസ് 2. ഫൺ 0യുടെ സ്റ്റാക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നൗ റിവൈൻഡ് ചെയ്യുക. 1 പ്ലസ് ഫൺ 0 ഈസ് 2. 2 ഈസ് റിട്ടേൺ ടു ഫൺ 2. ഫൺ 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 പ്ലസ് ഫംഗ്ഷൻ 1 ആണ്. സോ 1 പ്ലസ് 2. 2 ആണ് അവിടെ റിട്ടേൺ ചെയ്തത്. 1 പ്ലസ് 2 ഈസ് 3. സോ ഫംഗ്ഷൻ 2യുടെ വാല്യൂ എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. നെക്സ്റ്റ് ഫംഗ്ഷൻ 2യുടെ വാല്യൂ 3 ആയിരുന്നു. ദാറ്റ് 3 ഈസ് റിട്ടേൺ ടു ഫംഗ്ഷൻ 3. കണ്ടോ? 1 പ്ലസ് ഫംഗ്ഷൻ 2. ഫംഗ്ഷൻ 2 വിൽ റിട്ടേൺ 3. 1 പ്ലസ് 3 ഈസ് 4. സോ ഫൈനലി ഫംഗ്ഷൻ 3യുടെ വാല്യൂ എന്താണ്? 4. അപ്പോൾ ഫൈനലി ഫൺ 3 റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? 4 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ 4 വിൽ ബി പ്രിന്റഡ്. സോ ഇങ്ങനെ റിട്ടേൺ ചെയ്ത് വരുന്ന ഓപ്പറേഷൻസ് ആണ് പോപ്പ് ഓപ്പറേഷൻ. അപ്പോൾ ആദ്യം പുഷ് ചെയ്തു, ഓരോരോ ഫംഗ്ഷൻ കോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു, സ്റ്റോർ ചെയ്ത് വെച്ചു. ദാറ്റ് ഇസ് പുഷ് ഓപ്പറേഷൻ. ഫൈനലി ബേസ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തിരിച്ച് റിവൈൻഡ് ചെയ്യും. റിവൈൻഡ് ചെയ്ത് ബോട്ടം ലെവലിൽ നമുക്ക് കിട്ടും അതിൻ്റെ ഫൈനൽ ആൻസർ. എങ്ങനെയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുക? നമ്മുടെ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 4 എന്ന് പ്രിന്റ് ചെയ്യും. ഫൺ 3 റിട്ടേൺസ് ദ വാല്യൂ 4. സോ വൺസ് അഗെയിൻ ഓർമ്മിപ്പിക്കാം, റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും സെയിം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. അവിടെ ബേസ് കേസ് ഉണ്ടാവും, റിക്കേഴ്സീവ് കേസ് ഉണ്ടാവും. ബേസ് കേസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ടൈംസ് അത് വർക്ക് ചെയ്യും. അത് അവോയ്ഡ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ബേസ് കേസ് കൊടുക്കുന്നത്. ഓരോ തവണയും റിക്കേഴ്സീവ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഫംഗ്ഷൻ ഡീറ്റെയിൽസ് നമ്മൾ സേവ് ചെയ്ത് പോകും. ഇറ്റ് വിൽ ബി സേവ്ഡ് ഇൻ എ സ്റ്റാക്ക്. ആക്ച്വലി സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു മെമ്മറി പോർഷനാണ്. ഫംഗ്ഷൻ കോഡ് സേവ് ചെയ്ത് പോകുന്നതാണ് സ്റ്റാക്ക് ഓപ്പറേഷൻ. സ്റ്റാക്കിലോട്ട് റൈറ്റ് ചെയ്യുന്നതിന് നമ്മൾ പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. ഫൈനലി ബേസ് കണ്ടീഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് റിവൈൻഡ് ചെയ്ത് പോകും. പുഷ് ഓപ്പറേഷൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യും, റിട്ടേൺ ചെയ്ത് പോകും. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പോൾ ഇങ്ങനെ റിവൈൻഡ് ചെയ്യുന്ന ഓപ്പറേഷനാണ് പോപ്പ് ഓപ്പറേഷൻ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും സീരീസ് എക്സാമിനും എല്ലാം ചോദിക്കാറുണ്ട്. റൈറ്റ് എ പ്രോഗ്രാം ടു കമ്പ്യൂട്ട് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കേഴ്സീവ് മെത്തേഡ്. ആ ഒരു പ്രോഗ്രാമിൽ ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ പാരാമീറ്റർ എന്ന് പറയുന്നത് n ആണ്. ഏത് നമ്പറിൻ്റെ ആണോ ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് അതാണ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുക. n ഈസിക്കൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ 1. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന നമ്പർ 0 ആണെങ്കിൽ ഫാക്ടോറിയൽ ഈസ് 1. എൽസ് ഇറ്ററേഷൻ മെത്തേഡ് ഫോർ ലൂപ്പിൽ നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ റിക്കേഴ്സീവ് മെത്തേഡ് വീണ്ടും വീണ്ടും ഫാക്ടോറിയൽ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഇവിടെ പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? n ഇൻറ്റു ഫാക്ടോറിയൽ n-1. ദെൻ അവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് നോക്കുക. ഫാക്ടോറിയൽ ഓഫ് 4. 4ൻ്റെ ഫാക്ടോറിയലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സ്റ്റാക്ക് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. വെൻ n ഈസിക്കൽ ടു 4 ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് വിൽ റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n-1. അതായത് n എന്ന് പറയുന്ന 4 ആണ്. 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3. അതാണ് സ്റ്റാക്കിൽ ഫസ്റ്റ് വരുന്നത്. ഫാക്ടോറിയൽ 4 ഈസ് 4 ഇൻറ്റു ഫാക്ടോറിയൽ 3. സെക്കൻഡ് കോൾ n എന്ന് പറയുന്ന 3 ആയിട്ടുണ്ട്. റിക്കേർഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇറ്റ് വിൽ റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ n-1. n ഈസ് 3. സോ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2. ഫാക്ടോറിയൽ 3 റിട്ടേൺ ചെയ്യുന്നത് 3 ഇൻറ്റു ഫാക്ടോറിയൽ 2. ആൻഡ് സോ ഓൺ. സ്റ്റാക്ക് ഗ്രോ ചെയ്ത് ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എന്ത് ഓപ്പറേഷനാണ്? റിവേഴ്സ് ഓപ്പറേഷനാണ് റിട്ടേൺ ഓപ്പറേഷൻ. ഓരോ ഫംഗ്ഷനും റിട്ടേൺ ചെയ്ത് പോകും. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 24. ഇതേപോലുള്ള 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്.
Write a Python program to generate Fibonacci series of length n using recursion. So എന്താണ് Fibonacci series? അതൊരു സീരീസ് ആണ്. ഫസ്റ്റ് നമ്പർ ഈസ് 0 ആൻഡ് സെക്കൻഡ് നമ്പർ ഈസ് 1. ദെൻ 0 + 1 1 അതായിരിക്കും നെക്സ്റ്റ് എലമെൻറ്റ്. അഡ്ജസൻറ്റ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് റിസൾട്ട് എടുത്ത് നെക്സ്റ്റ് നമ്പർ ജനറേറ്റ് ചെയ്യും. Then 1 + 2 3, then 3 + 2 5, 5 + 3 8 and so on. ഇങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസ് വരുന്നത്. സോ അതിനുള്ള പ്രോഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്യാം. അഡ്ജസൻറ്റ് നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നതാണ് എൻ്റെ ലോജിക്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആഡ് ചെയ്ത് പോകുന്നതോടൊപ്പം തന്നെ അത് പ്രിൻറ്റും ചെയ്യണം. ദെൻ അനദർ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. Python program to find nth Fibonacci number using a recursive approach. നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാമിൻ്റെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം ആവും. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പ്രോഗ്രാമും കൊടുത്തിട്ടുണ്ട്, റെഫർ ചെയ്യുക. റിക്കേർഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് തന്നെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് കുറച്ച് പ്രോഗ്രാംസ് എങ്കിലും അതിൻ്റെ ലോജിക് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തനിയെ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പോർഷനിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളുടെ സീരിയസ് എക്സാമിനായി കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റി എക്സാമിനായി കഴിഞ്ഞാലും ഈ ഒരു പോർഷനിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, മറ്റൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സർക്കുലാരിറ്റി അവോയ്ഡ് ചെയ്യുന്നത്? സർക്കുലാരിറ്റി എന്ന് പറയുന്നത് ദ ഫംഗ്ഷൻ കീപ്സ് കോളിംഗ് ഇറ്റ് സെൽഫ് വിത്തൗട്ട് എ പ്രോപ്പർ ടെർമിനേഷൻ കണ്ടീഷൻ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബേസ് കണ്ടീഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് വിൽ ബിക്കം ഇൻഫിനിറ്റ്. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ക്ലിയർ ആയിട്ടൊരു ബേസ് കേസ് ഡിഫൈൻ ചെയ്യണം. ആൻഡ് എൻഷുർ ദാറ്റ് ഇറ്റ് വിൽ പ്രോഗ്രസ് ടുവേർഡ്സ് എ ബേസ് കേസ്. സോ എന്താണ് സർക്കുലാരിറ്റി ഇൻ റിക്കേർഷൻ ചോദിക്കാം. അപ്പം ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് വരുന്ന എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ സർക്കുലാരിറ്റി യു നീഡ് ടു ഡിഫൈൻ എ ക്ലിയർ ബേസ് കേസ്. ഓക്കെ, സോ തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയെങ്കിലും കുറച്ചുകൂടി പ്രോഗ്രാംസ് ചെയ്യാനുണ്ട്. ടൈം കിട്ടുന്നതനുസരിച്ച് കൂടുതൽ പ്രോഗ്രാംസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.